പ്രധാന വാർത്ത നിപ്പ മൂലം മലപ്പുറത്ത് വീണ്ടും നിപ്പയും സംശയമുണ്ട്. വണ്ടൂരിലെ യുവാവിന്റെ മരണം നിപ്പ മൂലമെന്നാണ് സംശയം. ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. CV അനുമോദ്, എന്താണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം? ഇതുവരെ നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ല. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ യുവാവ് ചികിത്സയിലായിരുന്നത്. കോഴിക്കോട് നിന്നുള്ള പ്രാഥമിക ഫലം നിപ്പ എന്ന സൂചന എന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് സ്വീകരിക്കാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ ഈ ആശുപത്രിയെ ബന്ധപ്പെട്ടപ്പോൾ അവർക്കും സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് കോഴിക്കോട് നിന്ന് ലഭിച്ചിട്ടില്ല. അങ്ങനെ ആകാം എന്ന തരത്തിലൊരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ യുവാവ് ബംഗളൂരിലാണ് പഠിച്ചിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാട്ടിലെത്തിയത്. ശനിയാഴ്ച പനിയും അതേപോലെ ഇയാളുടെ കാലിൽ പരിക്ക് ഉണ്ടായിരുന്നു. അത് കാരണം വണ്ടൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും പനി ശാരീരിക സ്ഥിതി ഗുരുതരമാണെന്ന് കണ്ടതിനെ തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നും ആണ് ഈ യുവാവ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്ക ജ്വരം സംബന്ധിച്ചുള്ള ലക്ഷണങ്ങളാണ്, അതായത് ന്യൂറോ സംബന്ധിച്ചുള്ള ലക്ഷണങ്ങളാണ് ഈ യുവാവിനുണ്ടായിരുന്നത് എന്നാണ് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് മരണകാരണമെന്നോ എന്താണ് അസുഖമെന്നോ സ്ഥിരീകരിക്കാൻ ഇനിയും കുറച്ച് ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. എന്താണെങ്കിലും നമുക്കറിയാം, മലപ്പുറത്ത് 2 മാസം മുമ്പാണ് നിപ്പ സ്ഥിരീകരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മുൻനിർത്തി നിപ്പയാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികൾ, മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക എന്ന തരത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ആലോചനകൾ നടക്കുന്നത്. എന്താണെങ്കിലും നിപ്പയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിൽ സാധ്യത എന്ന സൂചനകളാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. ശരി അനുമോദ്, ശരി. ഏതായാലും മലപ്പുറത്ത് വീണ്ടും നിപ്പയുടെ സംശയമുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന യുവാവാണ്, വിദ്യാർത്ഥിയാണ് മരിച്ചത്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.